രാശി അതാരാണ് ഒരു പുതുമുഖം അവിടെ നിന്ന്? ചേട്ടാ ഈ പാപ്പാടി സരസ്വതിയുടെ വീട് ഇതാണോ? അല്ല, പ്രകാശൻ പാപ്പാടിയുടെ വീടാണ്. ഓ എനിക്ക് വീട് മാറിപ്പില്ല. ശരി ചേട്ടാ. എന്താ ആവശ്യം? ഈ പാപ്പാടി സരസ്വതിയുടെ വീട് ഇതാണോ? ഈ പാപ്പാടി സരസ്വതി എന്ന് പറയുന്നത് പ്രകാശനായ എൻ്റെ അമ്മയാണ്. അപ്പൊ ഈ പാപ്പാടി സരസ്വതിയുടെ മകനാണ് ചേട്ടൻ? അല്ലല്ല, പാപ്പാടി പ്രകാശന്റെ അമ്മയാണ് സരസ്വതി. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എന്താ കൺഫ്യൂഷൻ എന്തിനാ? അല്ല ചേട്ടാ, ഞാൻ ഈ പാപ്പാടി സരസ്വതിയുടെ വീട് അന്വേഷിച്ചു വന്നതാ. പാപ്പാടി സരസ്വതി എൻ്റെ അമ്മയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ എൻ്റെ വീട്ടിലല്ലാതെ പിന്നെ വഴി കിടക്കും. എന്താ കാര്യം എന്ന് വെച്ചാ പറ. ചേട്ടനോട് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് അതല്ലേ പാപ്പാടി സരസ്വതിയുടെ വീട് ഇതാണോ എന്ന്? എടോ അതല്ലേ പറഞ്ഞത്, പാപ്പാടി സരസ്വതി എൻ്റെ അമ്മയാണ്. അപ്പൊ ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് പാപ്പാടി സരസ്വതി വീടല്ലാന്ന്? പ്രകാശ് പറഞ്ഞാലും ചെറിയൊരു തെറ്റുണ്ട്. അങ്ങനെ പറഞ്ഞു നോക്കി ചേട്ടാ. വിട്ടേ. ശരി, എൻ്റെ അമ്മയാണ് പാപ്പാടി സരസ്വതി. അമ്മ വീട്ടിലുണ്ട്. തനിക്ക് എന്താണ് വേണ്ടത്? ഞാൻ ഈ ചക്കപ്പം വൈദ്യര് പറഞ്ഞ വെച്ചിട്ട് വരുന്ന ആളാ. ആര് പറഞ്ഞിട്ട്? ചക്കപ്പം വൈദ്യര്. എടോ ഒന്ന് ആദ്യം പറയണ്ടേ, ചക്കപ്പം വൈദ്യര് പറഞ്ഞിട്ട് വരുന്ന ആളാന്ന്. അതിന് പറയാൻ ഈ ചേട്ടൻ ഒന്ന് സമ്മതിക്കണ്ടേ? അല്ല, എനിക്ക് എപ്പോഴത്തെയോ ഒരു കണ്ടുപരിചയം പോലെ. ഒരു സാധ്യതയില്ല എന്നെ കാണാൻ. ആണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ലേ? എന്നെ കാണാൻ ഒരു സാധ്യതയില്ല ഏട്ടാ. നിങ്ങളുടെ വീട് എവിടെയാ? എൻ്റെ വീട് കുറച്ച് തെക്കെന്ന് പറയുമ്പോൾ വടക്കിന്റെ ഓപ്പോസിറ്റ്. വടക്കിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ തെക്ക്. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞേ. എടോ, ഈ തെക്കെന്ന് പറയുമ്പോഴത്തേക്കും ആ തെക്ക് അവിടെ ഒരു സ്ഥലം ഇല്ല. ആ സ്ഥലപ്പേരാ ഞാൻ ചോദിച്ചത്. സ്ഥലത്തിന്റെ പേര് തട്ടാമ്പടി. തട്ടാമ്പടിയിൽ ഞാൻ കുറച്ചാളുണ്ടായിരുന്നു. അവിടെ ഞാനും ഉണ്ടായിരുന്നു. നീ ഉണ്ടായിരുന്ന? തട്ടാമ്പടിയിൽ എവിടെയായിട്ട് വരും? തട്ടാമ്പടി തന്നെ. പ്രോപ്പർ തട്ടാമ്പടി. അത് ഞാൻ പറഞ്ഞതപ്പോ നിങ്ങള് ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ആയി. ഇല്ല, ഞാൻ തട്ടാമ്പടിയിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പരിചയമുണ്ടല്ലോ. നമുക്ക് അകത്തിന് സംസാരിക്കാം. അല്ല, ഞാനില്ല. എന്തേ? ഞാൻ വന്നാൽ നിങ്ങളുടെ അമ്മ ചായ കുടിക്കാൻ നിർബന്ധിക്കും. അറിയാലോ. എനിക്ക് എപ്പോഴും കണ്ടുപരിചയം ഉണ്ടത് എപ്പോഴാന്നുള്ളതാണ്. കുറവുണ്ടോ അച്ഛമ്മ? ഓ കുറവൊന്നും ഇല്ലടി. എടി ഈ കാലിന്റെ ഈ പള്ളക്ക് മസിൽ കയറും, ചിലപ്പോ ആ കാല് കോച്ചിയും പോവും. വന്നോളൂ അമ്മേ. ഇതാരാ മോനെ? ചക്കപ്പം വൈദ്യര് പറഞ്ഞു ആളാ. ഇരിക്കും മോനെ. ഞാനിവിടെ ഇരുന്നോളാം. പുഷ്പേ ചക്കപ്പം വൈദ്യര് പറഞ്ഞു ആള് കുടിക്കാൻ വെള്ളം കൂടെ എടുക്ക്. ചേട്ടാ ഇല്ല, ഒന്നും വേണ്ട. ഞാനിപ്പോ ഷോഡ കുടിച്ചതാ. ഇത് എന്റെ ഭാര്യ പുഷ്പ. ഇത് മോളായിരിക്കും അല്ലേ? അയ്യേ, എന്റെ അനിയത്തിയാ. ആയിപ്പോയി. സരിത. കണ്ടാ പറയില്ലട്ടാ. അല്ലെങ്കിൽ ഞങ്ങളെ രണ്ടിനെയും കണ്ട പ്രായം പറയത്തേയില്ല. ആര് പറഞ്ഞു? അമ്മച്ചിക്ക് നല്ല പ്രായം തോന്നിക്കും. തോന്നലല്ല, അച്ഛമ്മയ്ക്ക് അല്ലെങ്കിലും നല്ല പ്രായമുണ്ട്. ഇതാ രോഗി. നിങ്ങളും വൈദ്യരാണോ? പിന്നെ ഞാൻ നല്ല പാരമ്പര്യമുള്ള വൈദ്യരല്ലേ. കണ്ടാ പറയത്തില്ല കേട്ടോ. പേര്? അഷ്ടവൈദ്യൻ സന്തോഷ്. ഈ നിങ്ങളും ചികിത്സിക്കുന്ന സ്ഥിതിക്ക് പിന്നെ എന്തിനാ ചക്കപ്പം വൈദ്യരുടെ കൂടെ പോയി ജോലി ചെയ്യുന്നത്? ചേട്ടാ അതിനൊരു കാരണമുണ്ട്. ഈ ചക്കപ്പം വൈദ്യര് പഴയ ആളല്ലേ. പുള്ളിക്ക് പഴയ ചികിത്സാ രീതി അറിയുള്ളൂ. എനിക്ക് പുതിയ ചികിത്സാ രീതി അറിയാം. ഞാൻ പുള്ളിയുടെ കൂടെ നിന്നിട്ട് പുള്ളിയുടെ പഴയ ചികിത്സാ രീതി പുള്ളിനെ പഠിപ്പിക്കും. എൻ്റെ പുതിയ ചികിത്സാ രീതി ഞാൻ പുള്ളിയെ പഠിപ്പിക്കും. ഒരു വാട്ടർ സിസ്റ്റം. ചേട്ടാ വാട്ടർ സിസ്റ്റം അല്ല, ബാർട്ടർ സിസ്റ്റം. കൊച്ചിന് കാര്യം മനസ്സിലായോ? അത് മതി. വൈദ്യരുടെ പുതിയ സിസ്റ്റം വെച്ച് എന്റെ കാലിന്റെ വേദന മാറ്റാവോ? അമ്മച്ചിക്ക് പഴയ ചാക്കപ്പം വൈദ്യരുടെ സിസ്റ്റം തന്നെ മതി. നീ സരിതേ, നിനക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചൊറിച്ചിൽ വരത്തില്ലേ? കുറച്ചല്ല, നല്ലോണം മാതും ചൊറിച്ചിൽ വന്നാൽ. ശരിക്കും അതിങ്ങനെ ഇറിറ്റേഷൻ വരുമ്പോഴേ വരും. അപ്പൊ ഇങ്ങനെ അത്രേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിമുട്ടാവുന്നേ ഉള്ളൂ. വൈദ്യരെ, ഇവക്ക് മാത്രമല്ല ചൊറിച്ചില്, എനിക്കും ചൊറിച്ചില്ല. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ ഈ ചൊറിച്ചില്. അമ്മ അല്ല വൈദ്യരെ, ഇവര് പരസ്പരം മാന്തി കൊടുക്കും, അത്രക്ക് ചൊറിയാറുണ്ട്. സത്യം. കൊച്ചിന്റെ കണ്ണിന്റെ ചുറ്റുള്ള കറുപ്പും മുഖത്തിന്റെ വിളർച്ചയൊക്കെ കൂടെ കണ്ടിട്ട് രക്തത്തിൽ എന്തെങ്കിലും അണുക്കളുണ്ടോ എന്നൊരു സംശയമുണ്ട്. അണുക്കളാ? ആണേ. കുഴപ്പമാവോ? ഹേയ്, ഞാനിവിടെ ഇല്ലേ, ഞാൻ ശരിയാക്കി തരാം. വൈദ്യരെ, ഈ അണുക്കൾ പോകാനായിട്ട് എത്ര പൈസ വേണേലും ഞാൻ മുടക്കാം. അവരുടെ അണുക്കളൊന്ന് മാറ്റി തരണം. എന്നാ ഞാൻ ഒരു ലിസ്റ്റ് അങ്ങ് തരാം. ആ സാധനങ്ങൾ മേടിച്ച് തന്നാ നമുക്കിത് ശരിയാക്കി എടുക്കാം. ചേട്ടാ
ഒരു പേപ്പറും പേനയും എടുത്തേ, ഞാൻ ആ ലിസ്റ്റ് എഴുതരാം. ശരി. അമ്മച്ചി ഒരു മൺകലം വേണമല്ലോ, മൺകലോ? മരുന്ന് വയ്ക്കാൻ. ആ എടി പുഷ്പേ, അകത്തെ നാമംഗലം കൊടുത്തോണ്ട് വാ. അയ്യോ നമ്മളെ മൺകലം പൊട്ടിപ്പോയമ്മേ. എന്നാ നീ അപ്പുറത്തെ ആ വിലാസിനോട് ചെന്ന് മേടിച്ചോണ്ടോ. ഓടിച്ചല്ലേ, താമസിക്കല്ലേ, ഓടി ചെന്ന് മേടിച്ചോണ്ട് പാടി. എന്നാ വാ നമുക്കും പോവാം. അതെ 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 അതെ, രോഗി അവിടെ നിൽക്കട്ടെ. രോഗിയെ കൊണ്ടാണോ പണിയെടുപ്പിക്കണേ? കുട്ടിയോട് ഇരിക്കി. ചേച്ചിയല്ലേ? ആ. വൈദ്യരെ വൈദ്യരെ, എന്നെ കൂടെ ഒന്ന് ചികിത്സിക്കോ? അമ്മച്ചി ഒരു കാര്യം ചെയ്യും. ചക്കപ്പം വൈദ്യുതി അന്നേച്ച കുഴമ്പമാണിത്. ഇതുകൊണ്ട് നല്ല കാറ്റും വെളിച്ചുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്നിട്ട് ശരിക്കും കാലിലേക്ക് തേച്ച് പിടിപ്പിക്കും. എന്നിട്ട് മിണ്ടാതെ ഉരിയാടാതെ 1 മണിക്കൂർ അവിടെ ഇരുന്നു ചെല്ല്. അപ്പൊ അവിടെ 1 മണിക്കൂർ അവിടെ 1 മണിക്കൂർ ഇരിക്കണം ചെല്ല്. പാടി വാ. ഞാനാ പിന്നെ എനിക്ക് ആരും കുഴമ്പിട്ട് വരും. ഒരു പടി എഴുന്നേറ്റ് പോകടാ പോകട്ടെ. അമ്മച്ചി ഓ 1 മണിക്കൂർ മറക്കല്ലേ. ഇല്ല ഇല്ല. ആ കുട്ടിയുടെ പേരെന്താ? സരിത. നല്ല പേര്.